ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നൊരു കുഞ്ഞു ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പീസാണ് ആവശ്യമുള്ളത്. മറ്റേ പീസ് മാറ്റിയേക്കാം, അതും പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പീസ് എടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പോൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. മടക്കിയപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ആവശ്യമുള്ളത്. അതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ പശ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് മിൽക്ക്മെയ്ഡിൻ്റെ ടിന്നാണ്. അതിൻ്റെ അളവൊന്ന് എടുക്കാം. അതിൻ്റെ അളവും 1 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ട് പേപ്പറെല്ലാം അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി പേപ്പർ ടിന്നിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലത്തെ 4 പീസ് മുറിച്ചെടുക്കണം. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടിന്നിൻ്റെ അടിഭാഗം കാണുന്നതിന് വേണ്ടി ഒടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യം പേപ്പർ ഒട്ടിച്ചപ്പോൾ കുറച്ച് ചുളി വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കരഭാഗം കാണുന്നിടത്ത് കൂടി ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പുറത്ത് ഉൾഭാഗത്തും കൂടി ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കാം. ഇനി അതേ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ച് റൗണ്ട് കട്ട് ചെയ്തെടുത്ത് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം.
ഇനി നടുവിലായി ഒട്ടിച്ചു കൊടുക്കാം. ഗ്രീൻ കളർ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ച് ലീഫ് ഉണ്ടാക്കി വെച്ചായിരുന്നു, അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പെൻ സ്റ്റാൻഡായ അതുപോലെ തന്നെ ഫ്ലവർ പോട്ടായി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.